ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളവ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. എണീക്കാൻ കുറച്ച് നേരം വൈകി, 8:30 ആയി എണീറ്റപ്പോൾ. ഇന്നലെ കിടക്കാൻ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. ഇന്ന് ലൈവ് കഴിയുമ്പോൾ തന്നെ 11:45 ആയിട്ടുണ്ട്. 11:30 കഴിഞ്ഞ് പിന്നെ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും 11:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കിടക്കുമ്പോഴേക്കൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പം എണീക്കാൻ നേരം വൈകി. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, മത്തി വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നേരാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീയുടെ കണക്ക് കൊടുക്കാൻ പോകണമായിരുന്നു. അതൊക്കെ കൊടുത്ത് വന്നു. ഇനി നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് മത്തിക്കറി ആയിക്കോട്ടെ കേട്ടോ. എന്നും ഈ കോമഡിയും പാട്ടൊക്കെ കണ്ട് നിങ്ങൾക്ക് മടുത്തില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് മത്തിക്കറി വെച്ചാലോ? എല്ലാവർക്കും അറിയാവുന്ന കറിയൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ വെക്കുന്ന മത്തിക്കറി നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. മത്തി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സബോളയും പച്ചമുളകും തക്കാളിയൊക്കെ മാളുമാവി അരിയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ കുറച്ച് സബോളയും കൂടി ചേർത്തിട്ട് അരച്ചിക്കുക കേട്ടോ. ഇന്നൊരു വെറൈറ്റി മീൻ കറിയാണ്. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു സവോളയുടെ പകുതിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു സവോളയുടെ പകുതി നമുക്ക് കറിയിലേക്ക് വേണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഒരു സവോളയുടെ പകുതി, 2 തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ മീൻ കറിക്ക് ആവശ്യമായിട്ട് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി വന്നു കഴിഞ്ഞാൽ സവോള നന്നായി വഴറ്റുക. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേഗം ആവും കേട്ടോ. എളുപ്പപ്പണിയാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ ഉള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് ഒരു വെന്ത് വരണം കേട്ടോ. എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വരണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കേട്ടോ. എനിക്ക് കുറച്ച് എരിവും ഉപ്പും പുളിയൊക്കെ കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മല്ലിപ്പൊടി. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഈ കൈ ഇങ്ങനെ വെക്കണത് എന്തിനാണെന്നറിയോ? ആ പുളിയുടെ തോടൊന്നും അതിലേക്ക്, തോടല്ല, മീൻസ് അതിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ട് മീനും ഉപ്പ് ഇടാം കേട്ടോ. ഇങ്ങനെ നമ്മളെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടി കിടന്ന് തിളക്കട്ടെ. മീനെല്ലാം വേണോ? കുറച്ച് എടുത്ത് വയ്ക്കണോ? അപ്പോൾ മീൻകറി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് തുണികൾ വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വാഷ് ചെയ്തിട്ട് വിരിച്ചിടട്ടെ. നാളും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നാളും എണ്ണയൊക്കെ തേച്ചിട്ടിരിക്കുകയാണ്. 2 ദിവസമായില്ലേ കുളിച്ചിട്ട്. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിക്കാൻ പറഞ്ഞതാണ്.
ക്ഷീണം കുറച്ചും കൂടി മാറാനുണ്ട്, എന്നാലും കുറച്ചൊക്കെ ഓക്കെ ആയി. ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. കുറച്ച് മീനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നാളേക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് മീൻ എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ്. നമുക്ക് 2 പപ്പടം കൂടി കാച്ചിയെടുക്കാം കേട്ടോ. അച്ഛൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഫുഡ് കൊടുക്കണം. രണ്ടാമത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതുകൊണ്ട് മീൻകറി പപ്പടം കാച്ചിയതും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അതിനിടയിൽ കുറച്ച് പണികളുണ്ട്. ഡ്രസ്സ് വിരിച്ചിട്ടിട്ടില്ല, അലക്കി വെച്ചിട്ടുള്ളത് വിരിച്ചിടണം കേട്ടോ. അപ്പോൾ അത് വിരിച്ചിട്ടെ ആണ് ഞങ്ങളുടെ ജൂലി കേട്ടോ. എല്ലാവരും ചോദിക്കാറില്ലേ, ജൂലീനെ കാണിക്കാൻ പറയാറില്ലേ, ഇതാണ് ജൂലി കേട്ടോ. ജൂലി ഡി ജൂലി ഇവിടെ വാ, ഇവിടെ വാ. ഇത് മുന്നേ എടുത്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ വണ്ടിയുടെ പുക ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വണ്ടിയുടെ പുക ടെസ്റ്റ് തെറ്റി കിടക്കുന്നത് അതൊക്കെ എടുത്ത്. പിന്നെ കൃഷ്ണ ഡ്രൈവിംഗ് സ്കൂളിലാണ് കേട്ടോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. കാറ് സ്കൂട്ടി എടുക്കാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.